ഹലോ, ഞാനിന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ നല്ല സന്തോഷത്തിലാണ്. മറ്റൊന്നുമല്ല, ഞാൻ ഒരുപാട് വർഷത്തെ ഒരാഗ്രഹമാണ് എനിക്ക് വണ്ടർലയിൽ പോകണം എന്നുള്ളത്. പിന്നെ നമ്മളെ വീഗലാൻഡിൽ പിന്നെ ഒരു 10-12 വർഷം മുന്നേ ഓരോരുത്തർ പോയി വന്ന സമയത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രേതമുണ്ട്, അതേപോലെ നല്ല സാഹസികത എന്ന് പറഞ്ഞ ഒരുപാട് റൈഡുകളുണ്ട് എന്നുള്ളത്. അന്ന് മനസ്സിൽ വിചാരിച്ചതാണ് എനിക്ക് അവിടേക്ക് പോകണം എന്നുള്ളത്. പക്ഷേ ആ ഒരു 12 വർഷമായിട്ട് എനിക്ക് ആ ആഗ്രഹം നടത്തി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാ ഇന്ന് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വാട്ടർ പാർക്കൊക്കെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളെ കൊച്ചിയിലുള്ള വണ്ടർലേക്ക് മാത്രമേ ഞാൻ പോയിട്ടില്ല. അപ്പോൾ അത് ഞങ്ങൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും ജൂനും പിന്നെ അനിയത്തിയും ഇസുമ്പാടെയാണ് പോണത്. പിന്നെ മോളെ കൊടുന്നിട്ടില്ല, അവളെ വീട്ടിൽ നിർത്തിയേക്കാണ്. കാരണം ഒന്നാമത് എനിക്ക് കാലുവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് പോയിട്ട് അവിടുത്തെ അവസ്ഥ എന്തായിരിക്കും, യാത്ര എനിക്ക് ഒട്ടും പറ്റണില്ല തണുപ്പും കാര്യങ്ങളായിട്ട്. അവിടെ പോയി കഴിഞ്ഞാൽ ഏതൊക്കെ റൈഡിൽ കയറും എന്നുള്ളതും എനിക്ക് വല്ലാതൊരായിട്ടില്ല. പക്ഷെ എന്നാലും എനിക്കത് കാണണം, അതേപോലെ പറ്റണമെങ്കിൽ എല്ലാറ്റിലും കയറണം എന്നുള്ളതാണ്. അപ്പോൾ ഇനി മോളൊന്നും കൊടുന്നിട്ടില്ല. ഞങ്ങൾ 4 പാടെ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മഴ ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ പോകാനൊരു ഒരു സങ്കടമുണ്ട്. കാരണം അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ റൈഡുകൾ കൂടെ കയറാൻ പറ്റൂല എന്നുള്ളൊരു ടെൻഷനുണ്ട്. പക്ഷേ ദിവസം മഴ തന്നെയാണ്. കാരണം നമ്മൾ ഇന്ന് പോവാം നാളെ പോവാമെന്ന് വിചാരിച്ചിട്ട് ഓഫറിലെടുത്ത ടിക്കറ്റാണ്. പിന്നെ ഈ മൺസൂൺ ഓഫർ ടിക്കറ്റ് പറഞ്ഞിട്ടൊരു ഓഫർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെടുത്ത ടിക്കറ്റാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് പോവാം നാളെ പോവാൻ വിചാരിച്ചിട്ട് ഒരുപാട് സമയം വെയിറ്റ് ചെയ്തു. പക്ഷേ പോകാൻ പറ്റില്ല മഴ കാരണം. പിന്നെ യസുവിനാണെങ്കിൽ എക്സാം വരികയാണ്, അതേപോലെ ജുനുവിന് പോവാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊന്നും നോക്കിയില്ല. പിന്നെ ഹെസമോളെയും കൊണ്ട് പോരണം എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ പിന്നെ വിചാരിച്ചു ഓള് പോന്നു കഴിഞ്ഞാലും ഒരു റൈഡിലും പിന്നെ ഓൾക്ക് പറ്റിയ ചെറിയ റൈഡുകളൊന്നുമില്ലല്ലോ. പിന്നെ അമ്മക്കും പറ്റൂല, ഓൾക്കും കയറാൻ ഒന്നിലും പറ്റൂല. അപ്പോൾ പിന്നെ ഉമ്മാൻ്റെ അടുത്ത് നിർത്തി ഓളെ ഉറക്കിയിട്ടാണ് പോയിരുന്നത്. ഓൾക്കൊരു ഐഡിയ ഇല്ല പിന്നെ ഞങ്ങൾ എവിടേക്കാണ് പോകണമെന്നോ. കാരണം ഉറക്കി കടത്തിയിട്ടാണ് പോയിരുന്നത്. അപ്പോൾ 4 ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അനിയത്തിനെയും കൂട്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ പിന്നെ അനിയത്തിയും ഞാനൊഴികെ ബാക്കിയുള്ളവരൊക്കെ ഫുഡ് അഥവാ ഉമ്മ ദോശ ഉണ്ടാക്കിയിരുന്നു, അതൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. കാരണം ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. കാരണം എനിക്ക് വൊമിറ്റ് ചെയ്യും, അതേപോലെ കാറ് കയറിക്കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, വെള്ളം പോലും ഞാൻ കുടിച്ചിട്ടില്ല. അങ്ങനെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഉമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊരു പെരിന്തൽമണ്ണ എത്തിയ സമയത്ത് തന്നെ ഉമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഹേസമോളെ എണീറ്റിട്ടുണ്ട് പറഞ്ഞിട്ട്. അപ്പോൾ അവർ നല്ല സങ്കടമുണ്ട്, അവളില്ലാത്തൊരു സങ്കടമുണ്ട്. പിന്നെ അവൾക്ക് പോകുന്ന സമയത്ത് തന്നെ ചെറിയ ജലദോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി കൊടുന്ന് ഈ മഴയും അവിടുത്തെ കാലാവസ്ഥയും ഒക്കെ പാടായി കഴിഞ്ഞാൽ അസുഖം കൂടെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ടൊക്കെ പക്ഷെ അവളില്ലാത്തൊരു ഇടങ്ങേറ് നല്ലോണം ഉണ്ട്. ഉറക്കി കിടത്തി പോന്നപ്പോൾ നല്ലൊരു സങ്കടമുണ്ട്. ഉമ്മ വിളിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല, അവൾ നീച്ച സമയത്ത് അമ്മ എവിടെ ചോദിച്ചു എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവൾ നല്ല കളിയിലാണ് കാരണം പിന്നെ ഒരു ചോദ്യവും ഇല്ല കാരണം. ഞാൻ സ്കൂൾ പഠിച്ചിരുന്ന സമയത്താണെന്നുണ്ടെങ്കിലും സിൽവർ സ്റ്റോം, അതേപോലെ ഡ്രീം വേൾഡ്, ഫാൻറ്റസി പാർക്ക്, അങ്ങനെ ഒരുവിധം വാട്ടർ പാർക്കൊക്കെ ഞാൻ പോയിട്ടുണ്ട്. ഉമ്മാൻ്റെ വീട്ടിൽ നിന്നായിട്ടും സ്കൂളിൽ നിന്നായിട്ടൊക്കെ പോയിട്ടുള്ളത്. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങളധികം എവിടേക്കൊന്നും പോയിട്ടില്ല, ചെറിയ സ്ഥലങ്ങളിൽ കൂടെ പോയിട്ട്. അപ്പോൾ ഞാൻ പ്രാവശ്യം പോവാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എവിടെയെങ്കിലും പോയിട്ട് സ്റ്റേ ചെയ്ത് അതിക്കാറ് നല്ലതല്ലേ റൈഡും കാര്യങ്ങളും. അതാവുമ്പോൾ അത് വേറൊരു രസം തന്നെ ആയിരിക്കും. അപ്പോൾ എനിക്കിഷ്ടമാണത് റൈഡും കാര്യങ്ങളും. പക്ഷേ അന്നത്തെ സമയമൊന്നുമല്ലല്ലോ. അപ്പോൾ നമ്മൾ സ്കൂൾ പഠിച്ചിരുന്ന സമയമൊന്നുമല്ല. അപ്പോൾ അന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ റൈഡിലും കയറിയിരിക്കൊക്കെ ചെയ്യാമെന്ന്. പക്ഷേ എനിക്ക് ഇന്ന് അത് എത്രത്തോളം പറ്റും എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് നല്ല കാലുവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം യാത്ര ഇപ്പോൾ ഞങ്ങൾ ഏകദേശം എവിടെ എത്തിയെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇപ്പം തന്നെ യാത്ര മടുത്ത പോലെയാണ് ഇരിക്കുന്നത്. കാരണം വീഡിയോ എടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ മാത്രം ഞാൻ ക്യാമറ ഓണാക്കി വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. യാത്ര നല്ല
നമുക്ക് തോന്നും, എനിക്ക് തോന്നി ഇവിടെ എവിടെയെങ്കിലും അടുത്തായിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും ദൂരം യാത്ര ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് തോന്നിപ്പോവും. അപ്പോൾ കാറിലിരുന്നിട്ട് അത്രയും ബുദ്ധിമുട്ടാണ് എനിക്ക്. ബാക്ക് സീറ്റിൽ ഈസും മിന്നൊരുക്കുണ്ട്. രണ്ടാളും നല്ല ഹാപ്പിയിലാണ്. പിന്നെ മിന്നുവാണെന്നുണ്ടെങ്കിലും നല്ല ഹാപ്പിയാണ്. കാരണം പ്രതീക്ഷിക്കാതെയാണ് ഞങ്ങൾ ഹെസമോളെ പോരണമെന്നാണ് വിചാരിച്ചിരുന്നത്. പിന്നെ വീട്ടിലെത്തിയിട്ടാണ് പിന്നെ ഞങ്ങൾ പ്ലാൻ മാറ്റിയത്. അപ്പോൾ അങ്ങനെ അവൾക്ക് നല്ല ഹാപ്പിയാണ്. ഓൾക്ക് രണ്ടാൾക്കും വേണ്ട ഭക്ഷണമാണെങ്കിലും അഥവാ ചായ, വെള്ളം ഒക്കെ മേടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ ടോയ്ലറ്റിൽ പമ്പിലെത്തിക്കഴിഞ്ഞാൽ ടോയ്ലറ്റിൽ പോകണം. പിന്നെ ഞാനൊന്നും കഴിച്ചിട്ടില്ല, കാരണം എനിക്ക് വൊമിറ്റ് ചെയ്യണ നല്ല പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജുനുവിനെ കൊണ്ടാൻ പോയപ്പോൾ തന്നെ ഞാൻ ഒരുവിധം അവിടെ തിരിച്ചിങ്ങോട്ട് എത്തി കിട്ടിയാൽ മതി എന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല, ഈ ഒരു സമയം വരെ ഞാനൊന്നും കഴിച്ചിട്ടില്ല. പിന്നെ ചില സ്ഥലങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ മഴയില്ല, അപ്പോൾ ഒരു സമാധാനം ഉണ്ട്. കാരണം അവിടെ എത്തിക്കഴിഞ്ഞാൽ മഴ ഉണ്ടാവില്ലല്ലോ എന്നുള്ളൊരു സമാധാനം ഉണ്ട്. എന്നാൽ പിന്നെ ഇടയ്ക്കൊരു മഴ പെയ്യണമുണ്ട്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു 6-6:30 സമയത്തുണ്ടായിരുന്നു. കാരണം ഞങ്ങൾക്ക് കുറച്ച് ടൈം വൈകിയത് ഒരു 6 മണിക്കെങ്കിലും ഇറങ്ങേണ്ടതായിരുന്നു. പിന്നെ അവിടെ ഓപ്പൺ ആക്കുക 11 മണിക്കാണ് പറഞ്ഞു. പിന്നെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നല്ല ചില സ്ഥലങ്ങളിൽ നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. 11 മണിക്ക് എത്തൂല എന്നുള്ളത് ഞങ്ങൾക്ക് ഷുവറായിരുന്നു. അവിടെ കറക്റ്റ് സമയത്ത് എത്തൂല എന്നുള്ളത്. കാരണം ബ്ലോക്കും കാര്യങ്ങളും നല്ലോണം ഉണ്ടായിരുന്നു. ഇവിടേക്ക് പിന്നെ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ തന്നെ പിന്നെ എത്ര വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് പിന്നെ ഒരു 2 വയസ്സിൻ്റെ മുകളിലുള്ള കുട്ടികൾക്കാണ് തോന്നുന്നു. എനിക്ക് വ്യക്തമായിട്ടൊരു ഓർമ്മ കിട്ടണില്ല. പിന്നെ ഞങ്ങൾ 4 ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് ഓഫറിലെടുത്തതാണ്. പിന്നെ ഉള്ളത് പറഞ്ഞാൽ ശരിക്ക് 1500 ഒരടുത്തുണ്ട്, 1400 സംതിങ് ഒരാൾക്ക് അത്ര ഉണ്ട് ശരിക്ക്. ഇതിപ്പോൾ മൺസൂൺ ഓഫർ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓഫറിലെടുത്തതായതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു 4 ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ പോയിരുന്നത്. ഓരോ സ്ഥലം എത്തുമ്പോഴും ജുനുവിനോട് ചോദിക്കും എവിടെ എത്തി എന്നുള്ളത്. എത്താനായി എന്നൊരു കേൾക്കുമ്പോൾ ഒരു സമാധാനമാണ്. അപ്പോൾ എപ്പോഴും യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഞങ്ങൾക്ക് പിന്നെ ആഗസ്റ്റ് 31 വരെ ഞങ്ങൾക്കിതിന് വാലിഡിറ്റി ഉണ്ട് ഈ ടിക്കറ്റുമേ. പക്ഷേ ജുനുവിന് പോകേണ്ടതായതുകൊണ്ട് ഞങ്ങൾ ജൂലൈ 15 ഒരു സമയത്താണ് ഞങ്ങൾ പോണത്. പിന്നെ ഇനിയിപ്പോൾ നാളെ ഞങ്ങൾ പോണ സമയത്ത് പോകണ്ടെങ്കിലും മിസൂന് നല്ല ടെൻഷനാണ്. കാരണം പരീക്ഷയാണ് എൻ്റെ തുടങ്ങണത്. അപ്പോൾ നല്ല ടെൻഷനും കാര്യങ്ങളും ഉണ്ട് എനിക്ക്. ഞങ്ങൾ പോണ ദിവസത്തിൻ്റെ അഥവാ നാളെ എനിക്ക് എക്സാമും കാര്യങ്ങളുമാണ്. അപ്പോൾ ഞങ്ങൾ പിന്നെ എക്സാം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ പോകാൻ പറ്റില്ല. പിന്നെ ജുനുവിന് പോകാനുമായി. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ദിവസം സെലക്ട് ചെയ്തത്. ഏകദേശം ഇപ്പോൾ ഞങ്ങൾ വീക്കെൻഡ് അഥവാ വണ്ടറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എത്താറായിട്ടുണ്ട് പറഞ്ഞു. അപ്പോൾ അതാ എൻ്റെ ഒരുപാട് വർഷത്തെ ഒരാഗ്രഹമാണ് വീക്കെൻഡിലേക്ക് പോകുക എന്നുള്ളത്. അതിപ്പോൾ അതാ എത്തി, അൽഹംദുലില്ലാ. പിന്നെ ഇനി ബാക്കിയുള്ള വിശേഷങ്ങൾ അവിടെ എത്തിയിട്ട് കാണാം. Welcome to Wonderla, Amusement Park, Kochi. നോ എൻട്രി, അങ്ങോട്ട് എൻട്രി ഇല്ല, അങ്ങോട്ട് പോകലില്ല. ടൂറിസ്റ്റ് അവിടെ
തമിഴന്മാരാ. ഒക്കെ ടൂറിസ്റ്റുകളാണല്ലോ. ഇതൊക്കെ ചോദിച്ചേ പ്രവേശിക്കുന്നതിന് മുൻപായി കഴിയുമ്പോ കൂടെ വെള്ളമായി സ്വിമ്മിംഗ് പൂളിലുള്ള ഡ്രസ് എന്നെ എടുത്തുക്കണ നാലും നമുക്ക് ആക്കി ചിക്കട്ടോട്ടെ പപ്പി എനിക്ക് ഇങ്ങനെ അടിയിക്കൊണ്ട് പോകുന്നേ കേട്ടോ.
പേടിണ്ടോ? 1 2 3 കുടിച്ചിരുന്നോ?
മിന്നോടെ കാത്തുക്കുണ്ട്. ഒറ്റക്കൂടല്ലേ? രസമുണ്ടോ പോവാന്? രസമുണ്ടോ? ഇത് കൂടെ പോകാൻ പറ്റൂല. എടുത്ത് സൂറ്റു. വീഡിയോ ആണ്.
അടിപൊളി റൈഡുകളാണ് ഇവിടെ. കാരണം നമുക്ക് എന്താ ടൈമില്ലാത്തൊരു കാര്യം മാത്രമേ ഉള്ളൂ. ഇനിയും ഒരുപാട് റൈഡുകൾ ഇവിടെ ഉണ്ട്. പിന്നെ എൻ്റെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ ഞാൻ എനിക്കിഷ്ടപ്പെട്ട ഓരോ റൈഡിൽ ഒരു 4 എണ്ണമൊക്കെ ഉള്ളൂ ഞാൻ പിന്നെ കയറിയിട്ടുള്ളത്. പക്ഷേ ആ 4 എണ്ണത്തിൽ കയറിയപ്പോഴും ഞാൻ ഒമിറ്റ് ചെയ്തിരിക്കണം. പിന്നെ തലമിന്ന ഒമിറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല ക്ഷീണവും കാര്യങ്ങളും എനിക്ക് നല്ലോണം ഉണ്ടായിരുന്നു. പിന്നെ എന്താണ് എനിക്കിഷ്ടപ്പെട്ടൊരു റൈഡും പാടെ ഉണ്ടായിരുന്നു. അതിലൊന്നും എനിക്ക് പിന്നെ കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇതിൽ ചുനും മിന്നും പാടെയാണ് കയറാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. പിന്നെ എന്തെല്ലാം അടിപൊളിയാണ്. പിന്നെ ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ ചെറിയ കുട്ടികളെ കൊണ്ട് പോരാതിരിക്കുകയായിരിക്കും നല്ലത്. കാരണം എൻ്റെ അനിയത്തി തന്നെ ഹൈറ്റ് ഉള്ളതുകൊണ്ടാണ് അവൾക്ക് പല റൈഡുകൾ കൂടി കയറാൻ പറ്റിയിട്ടുള്ളത്. ഇസൂനാണെന്നുണ്ടെങ്കിൽ അധികം വല്ലാതെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഹൈറ്റും വെയിറ്റും ഒക്കെ നോക്കുന്നുണ്ട് കുട്ടികൾക്ക്. പിന്നെ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. കാരണം ആർക്കെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ കോട്ടൻ്റെ ഡ്രസ്സ് ഒഴിവാക്കാൻ പറയുന്നുണ്ട്. കോട്ടൻ്റെ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അനുവദിക്കണില്ല. പിന്നെ ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഷാളും കാര്യങ്ങളും ഒക്കെ നല്ലോണം ശ്രദ്ധിക്കണം. തോതിക്കാടിക്കോട്ടെ പതിനുണ്ടോ എന്തെങ്കിലും തിന്നാട്ടോ. ഞാൻ ഇവിടെ ഇരിക്കൂട്ടില്ലേ കയ്യിലുണ്ട്. വീഡിയോ എത്ര ഉള്ളൂ. പിന്നെ ഇനിയും ഒരുപാട് റൈഡുകളുണ്ട്. പക്ഷെ ഞങ്ങളൊന്നും അവിടെ പോയിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ പോവാത്ത റൈഡുകളും ഉണ്ട്. പിന്നെ ഉള്ളത് ഇവിടെ 7 മണി വരെ ഉള്ളൂ തോന്നും. അതുകൊണ്ട് എല്ലാവരും പോയി തുടങ്ങുന്നുണ്ട്. അപ്പോൾ വീഡിയോ എത്ര ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.